ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ന്യൂട്ടെല്ല കേക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബട്ടർ എടുക്കണം. സോറി, ബട്ടറല്ല, നെയ്യാണ്. നെയ്യ് കുറച്ച് ഒഴിക്കാം. ഒരു 2 ഡ്രോപ്പ് ഒഴിക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് എല്ലായിടും തേച്ച് കൊടുത്തു. അതിലോട്ട് ഒരു ന്യൂട്ടെല്ല പീസ്, ഇരുട്ടത് വെട്ടമുള്ളിടത്തോട്ട് നിൽക്ക്. ആദ്യം തൊട്ട് വാ. കുറച്ച് ന്യൂട്ടെല്ല ഒരു 3 ടീസ്പൂൺ ന്യൂട്ടെല്ലയാണ്. അതിലേക്ക് ഇച്ചിരി പാല്, ഒരു നുള്ള ബേക്കിംഗ് സോഡ, ഒരു മുട്ട. പൊട്ടിക്കണ്ടേ. അതിലേക്കൊരു മൈദ. ഒരു മൈദയോ? അതിലേക്ക് കുറച്ച് മൈദ, മതി മതി കുറച്ച്. അത് കുറച്ച് നല്ലോണം ഇളക്കണം. ക്രീം പരുവത്തിൽ, കറക്റ്റ് ഒരു ക്രീം പരുവത്തിലായി കിട്ടുമ്പോൾ കറക്റ്റ് ഒരു മിക്സ് ആയി കിട്ടുള്ളൂ. കുറച്ച് നേരം കഷ്ടപ്പെട്ട കാര്യമാണ്. തന്നെ ഇത്രയായി. അല്ലേ, നല്ല മിക്സാക്കി ഈ ഒരു പരുവത്തിൽ ഇത്രയും മിക്സാക്കി കിട്ടുന്നുണ്ട്. ഇതിലെന്തൊക്കെയാ? ഇതിലിപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഒരു മുട്ടയും പിന്നെ കുറച്ച് മൈദ, പിന്നെ ന്യൂട്ടെല്ല, പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും, പിന്നെ കുറച്ച് ഒരു 1.5 കപ്പ് പാലും ഒഴിച്ചിട്ട് നല്ല 1.5 കപ്പ് പാലോ? കുറച്ച് പാലേ നീ ഒഴിച്ചുള്ളൂ. ആണ്, 1.5 കപ്പ് പാലെന്ന് പറയുന്ന കവർ ഫുള്ള് ഒഴിക്കണമായിരുന്നു. കുറച്ച്, അത് മിക്സ് ചെയ്യാനുള്ള പാലേ ഒഴിച്ചുള്ളൂ. മിക്സ് ചെയ്യാനുള്ള പാല് ഒഴിച്ചു. ഇപ്പൊ തന്നെ കുരുകുരാന്നിരിക്കുന്നില്ലേ, അതൊക്കെ നല്ല മാറി കിട്ടി, നല്ല ഒരു സ്മൂത്ത് ആയി കിട്ടി. കറക്റ്റ് അത് ഫുള്ള് ഷേക്ക് ചെയ്യണം നല്ല രീതി മിക്സ് ചെയ്ത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ ഉദ്ദേശിക്കുന്ന ന്യൂട്ടെല്ല കേക്കാണ്. ന്യൂട്ടെല്ല കേക്കോ? നീ കേക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നേ? അടുപ്പി വെച്ചോ? ഓഹോ, ഇത് പിന്നെ നോക്കട്ടെ. ഇല്ലില്ല, ഇച്ചി കൂടെ ആവാനുണ്ട്. ഞാൻ സഹായിക്കണോ? ഓ, സഹായിക്കും. ഞാൻ പിടിക്കാൻ വീഡിയോ. കറക്റ്റ് ഒരു കേക്കിൻ്റെ ഒരു മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. വടിച്ചൊഴിക്കാം. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാറ്റുമോ?
അത് അടി പിടിച്ച് കരിഞ്ഞുവല്ലോ പോവുമെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ഇനി എന്താ വേണം? Just shape ആക്കി കൊടുക്കണം. എല്ലാ സൈഡിൽ പറ്റിയിരിക്കുന്ന ഇവിടെ നീ അതിനകത്ത് തീയിട്ടത് ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഒരു അടപ്പ് കണ്ടുപിടിക്കണം. എന്താ? അടപ്പ് എന്തിന്? കിട്ടി. മതിയോ? കഴുകിയില്ല. അല്ല, സൈസ് ഇല്ല. സൈസ് ഇല്ലെങ്കിൽ അതെടുത്ത് അടയ്ക്കും. ഏതാ? ദോണ്ടിൻ്റെ അടി. ഇതോ? ഇതിലൂടെ ഗ്യാസ് ഇപ്പൊ നിങ്ങളെ I'm so excited for this. ഞാൻ ഇങ്ങനെ കുഞ്ഞു പാചകങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാം പൊളിഞ്ഞു വാരി പോവും ഗൈസ്. ഒരു ദിവസം ഞാൻ ഒരു കുറച്ച് 10 രൂപയ്ക്ക് 5 ഓറിയോ ബിസ്ക്കറ്റ് കിട്ടി. അതിൽ ഒന്ന് ഞാൻ കഴിച്ചിട്ട് ബാക്കി 4 എണ്ണവും ക്രീം മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് ഇതേപോലെ ക്രീം പരുവത്തിലാക്കിയിട്ട് ഒരു പാൻ എടുത്ത്. പക്ഷെ ആ പാനിൻ്റെ കുഴപ്പമായിരുന്നു, എൻ്റെ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമില്ലായിരുന്നു. പാനാണെങ്കിൽ വീട്ടിലെ ഞാൻ എണ്ണ മറ്റേ അടി പിടിക്കാത്തുണ്ടല്ലോ, അങ്ങനത്തെ പാനായിരുന്നു. ഞാൻ ഒഴിച്ച് എന്തോ ഇങ്ങനെ കോരാൻ നേരത്ത് അടി പിടിച്ചു. ഞാൻ പിന്നെ എന്തായത് ആ കരിഞ്ഞ ഭാഗം അവിടെ വെച്ച് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് പതുക്കെ ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇത്രയും ഉള്ളായിരുന്നു. ഒരു ഇച്ചിരി കറക്റ്റ് ഈ അടപ്പിൻ്റെ പകുതി പോലും ഇല്ല, അത്രയ്ക്കേ കിട്ടിയുള്ളൂ. കാരണം 4 ബിസ്ക്കറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ഇക്കാക്കും ഞാനും നടുക്കുന്ന് മുറിച്ചിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും പൊടിച്ചതിരിപ്പുണ്ടായിരുന്നു, അതും ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ വെച്ചിട്ട് നല്ല വീണ്ടും ക്രീം പരുവത്തിയാക്കിയിട്ട് മണ്ടേക്കൂടെ ഇങ്ങനെ ചോക്ലേറ്റുകൾ വെച്ചിട്ട് കഴിച്ചു. അത്രയും കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു, കൊതിയായിരുന്നു. ഇത് തുറന്നു നോക്ക്, ഇത് കരിഞ്ഞോന്ന്. അല്ല, ഒരു 10-15 മിനിറ്റ്. അയ്യോ, പിന്നെ കരിക്കൊട്ട ഇവിടെ തിന്നാ മതി. എന്തിനാണ് കമ്പ്? അത് ബോയിലായില്ലെങ്കിൽ ഇതിൽ ഫുള്ള് പറ്റും, ബോയിലായില്ലെങ്കിൽ കുത്തി സ്മൂത്ത് ആകും. ഓഹോ, കുത്തുമ്പോ സ്മൂത്ത് ആവോ? എൻ്റെ മണ്ടയിലേക്ക് എന്തായാലും സാധനം കരിക്കൊട്ടായിട്ട് ഇപ്പം കിട്ടോളൂ. അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കണം. ചോക്ലേറ്റ് ഈസിയാണ് കേട്ടു. കുറച്ച് നീട്ടം കുറച്ച് എന്തെങ്കിലും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ചിലപ്പം ഞാൻ ഉണക്ക മുന്തിരി ഇടും, മിക്സ് ചെയ്തിട്ട് മണ്ടയിൽ വെച്ച് തേച്ച് കൊടുത്തിട്ട് എനിക്ക് എന്തൊക്കെ തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തിന്? തോന്നുന്നു. എന്താ ഈ ഉണ്ടാക്കുന്ന സാധനമാ? അതോ നിനക്കോ? എനിക്ക് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. എനിക്കും കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഏതാണ് ഈ കുറച്ച് പേര്? അതിന്റെ ബെസ്റ്റീസ്. നിന്റെ ബെസ്റ്റീസ് ആരാണ്? ഐഷു, സിഫാന. ഓഹോ. അപ്പൊ ഐഷു സിഫാനയുടെ വീട് ദൂരെ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു പീസ് കുറച്ചേ ഉള്ളൂ, കാരണം നമ്മൾ 5 പേരുണ്ട് വീട്ടിൽ. അപ്പൊ 5 പേർക്കും കൊടുക്കാനായിട്ട് ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ കുറച്ചൊരു ശകലവും എടുത്തിട്ട് എൻ്റെ ഐഷുവിനും കൊടുത്ത് അവള് അതിന്റെ കുറിച്ചുള്ള റേറ്റ് പറയും. റേറ്റോ? യെസ്. എന്താണ് ഈ റേറ്റ്? റേറ്റ് വില സ്റ്റാർ ആണെങ്കിൽ അപ്പൊ അതിൽ 1 സ്റ്റാർ പറയുകയാണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ല, 5 സ്റ്റാർ പറയുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കിയിട്ട് തിന്നാൻ ഇനി ഐഷു വരുവോളം കാത്തിരിക്കണോ? ഐഷുവിന്റെ അടുത്ത് കൊണ്ടുപോകും. ഓഹോ, എങ്കിൽ പിന്നെ നോക്കട്ടെ, വല്ലതും കരിഞ്ഞോ നോക്ക്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ഞാൻ തുറന്നില്ല, നിന്റെ കൈ പൊള്ളും. സോറി ഗൈസ്, ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ വെച്ചേക്കാം. അല്ല, തട്ട് അകത്തൊന്നും ക്രീം ആയിട്ടില്ല, നടുക്കൊന്നും ഇതായിട്ടില്ല, സൈഡൊക്കെ നല്ല സ്മൂത്ത് ആയി കിട്ടിയിട്ടുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? സൈഡല്ലാതാ കട്ടി, മരക്കട്ടി. നടുക്ക് നൂട്ടയൊക്കെ വീണ് മിക്കവാറും അടി പിടിച്ചിട്ടുണ്ട്.
എന്നാലും നീ ഓഫ് ചെയ്. വേണ്ട വേണ്ട, ഒരു അരമണിക്കൂർ കൂടി ഇരിക്കട്ടെ. കുറച്ച് അരമണിക്കൂറോ? ഓ അല്ല, 1 മിനിറ്റ്. നമുക്ക് കുറച്ച് തീയൊക്കെ കൂട്ടി വെക്കണേ. അങ്ങോട്ട് ഒന്നു ഇങ്ങോട്ട് കാണിച്ചു തരട്ടെ. വേണ്ടേ, നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാത്രം വെന്തില്ല. വേണ്ടേ, ചട്ട പിടിച്ചു. ഇപ്പൊ ഇവിടെ ഒരു ഡാർക്കിഷ് ഷെയ്ഡ് അല്ലേ, ഈ അറ്റങ്ങളൊക്കെ മറ്റേ ഒരു ചെറിയൊരു ബ്രൗണിഷ് ഇല്ലേ, ആ കളർ. എവിടെ ഡാർക്ക്? ഈ റൗണ്ടില് ഇത്രയും ഭാഗം ഒരു ചെറിയ ഡാർക്ക് അല്ലേ, അപ്പൊ ഈ സൈഡിലുള്ള കളർ പോലെ ഈ നടുക്കാവുമ്പോ ഓഫ് ചെയ്യണം. ഇതെന്തായാലും ഊരിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഊരിയെടുക്കണമെങ്കിൽ സാൻഡ് പേപ്പർ ഒക്കെ വേണം. ഇതിനകത്ത് വെച്ച് എന്നെ മുറിച്ചത്, ഇതിനകത്ത് വെച്ച് എന്നെ കോരി തിന്നേണ്ട അവസ്ഥയിൽ നീ കൊണ്ടെത്തിക്കും. ഇതെന്തോമ്പോ നടുക്ക് ഒരു കരിയെന്ന് തോന്നുന്നു. അത് കരിയുന്നമ്മ, കരിയ. നിനക്ക് എന്താണ്? മനുഷ്യൻ അലിഞ്ഞു പോയി. തിന്നപ്പോഴോ? അത്ര ടേസ്റ്റോ? വാറും ഇതിപ്പം പൊട്ടിത്തെറിക്കുന്ന ലക്ഷണമുണ്ട്. എന്തായാലും അടുപ്പ് ഓഫ് ചെയ്യും. പുള്ളി എന്തായാലും ഞാൻ തീ ഓഫ് ചെയ്യുക. കരിഞ്ഞ നാറ്റമൊക്കെ വരുന്നുണ്ട്. എന്തിനാ ഇനി എന്തിനാ പഞ്ചസാര? അതിനകത്ത് ഇടാതെ പഞ്ചസാര ഇനി എവിടെ ഇടാൻ പോകുന്നു നീ? എന്തിനാ പഞ്ചസാര? 1.5 സ്പൂൺ പോലും ഇല്ല. 1.5 സ്പൂണോ? ഒരു നുള്ള്. അളവ് പോലും അറിഞ്ഞൂടാത്ത ആളാ പാചകം ചെയ്യാൻ കയറുന്നേ. 10 നുള്ള് സ്പൂൺ അല്ല, 10 നുള്ള് പഞ്ചാരേ. ഈ മന്ദബുദ്ധിക്ക് ഒന്നും അറിയത്തില്ല. ഒരു വട്ടം തുറന്ന എന്റെ കൈ പൊള്ളി. ഇനി എന്ത് ചെയ്യും? വട്ട്, എന്റെ വട്ട്. കുറച്ച് വെക്കാം. ഹലോ ഗായ്സ്, ഇവളിത് കരിച്ച് കൊടുത്തെടുത്ത് വെച്ചേക്കയാ. കാണാൻ പോലും വയ്യ, അത്ര ഡാർക്ക്. മതി, നിർത്ത്. ഇനി എന്ത് ചെയ്യാൻ പോകുന്ന? അതിന്റെ പുറത്ത് ഒഴിക്കാൻ പോകുന്ന നീ? അത് നീ ഞാൻ കുടിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇന്നലെ വാങ്ങിച്ച ന്യൂട്രല കാലിയാക്കി. നോക്കട്ടെ ഇങ്ങോട്ട്. നിനക്കെല്ലാം കൂടിപ്പോവും. അതാദ്യം തിന്നാൻ കൊള്ളാന്ന് നോക്കിയിട്ട് നിനക്ക് അതൊക്കെ എടുത്ത് ഒഴിച്ചാൽ പോരെ നിനക്ക്? ഗൈസ്, ഞാൻ ചോക്ലേറ്റ് ഒഴിച്ചു, പഞ്ചാര ഇട്ടു. ഇങ്ങനെയായി. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. ഗുഡ് ഗൈസ്,
കുത്തി ഉടനെ ഗൈസായി. പക്ഷെ ഇവിടെ വെന്തില്ല കേട്ടോ, കുറച്ച് വെന്തില്ല. മൊത്തം കുത്തി കൂട്ടയിലാണ് സമയം കഴിഞ്ഞു. എനിക്ക് ന്യൂട്ടല്ല എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രാന്ത് ന്യൂട്ടല്ല എന്ന് പറയാം. ഒന്ന് അവിടെ 2 3 4 5 മതി. കുറേ ന്യൂട്ടല വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വേണ്ടി ഞാനത് കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് തന്നെ പകുതിയാക്കും. ഇന്നലെ കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളത് കോല നോക്കാം. അത്രയാ. ഈ നാളെ ആകുമ്പോൾ ഒരു പകുതി ഇത്രയെങ്കിലും വൃത്തിയാക്കണോ? നിന്റെ കാലാണ് ഇത്ര നേരം കാണിച്ചത്. അല്ല, നിന്റെ മുഖം തന്നെ പിടിച്ചോണ്ടിരിക്കുക. കാരണം നിന്റെ ആക്ട് എല്ലാം അതിനകത്ത് വേണമല്ലോ. ഇതെങ്കിൽ നിർത്തിയെങ്കിൽ എടുത്തോ. മുറിക്കാം. അടി പിടിച്ചേട്ടാ. കൊള ആക്കി ഗൈസ്. ഇത് കോരി തിന്നേണ്ട അവസ്ഥയെ കൊണ്ട് എത്തിച്ചു കേട്ടോ. നമ്മൾ എടുത്തു കഴിച്ചു നോക്കട്ടെ. അടിയിൽ കഴിഞ്ഞു പോയി. ഇത്ര ന്യൂട്രലെന്നറിയോ വെറുതെ കളഞ്ഞ നിന്റെ അഹങ്കാരം. ഞാനേറ്റിക്കും. ഇന്നലെ പറഞ്ഞത് കൊള്ളത്തില്ല എന്നൊക്കെ. ശരി, നീ ഉണ്ടാക്കിയത് നീ തിന്നല്ലേ പറ്റൂ. അതുകൊണ്ട് പിന്നെ കൊള്ളത്തില്ലെന്ന് ആദ്യം പറയാൻ പറ്റില്ലല്ലോ. സത്യത്തിന് ഇഷ്ടപ്പെട്ടു. അതാ കട്ട് ചെയ്യേണ്ട സാധനം പിന്നെ കരണ്ടി കോരി തിന്നേണ്ട അവസ്ഥയിൽ എത്തിച്ചു. അച്ചൂച്ചിനോടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെയ്ത് നോക്കൂ. എല്ലാം ചെയ്തു. എല്ലാരും മസ്റ്റായിട്ട് ചെയ്തു. കരിച്ചങ്ങ് വെക്കും. പാത്രം നിറച്ച് കരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ മൊത്തം കരിച്ച് വെച്ചിട്ടുണ്ട്. ആരും ട്രൈ ചെയ്യരുത്. ഇവളുടെ വേറും പറ്റിപ്പാണേ. ട്രൈ ചെയ്യണം. പക്ഷേ ഈ ഇങ്ങനത്തെ പാത്രത്തിൽ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഓയിലായിട്ടുള്ള പാത്രങ്ങളായിരിക്കും ബെറ്റർ ദാൻ ലൈക്ക് യു.